അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രാദേശിക സംഘർഷം ഗൾഫ് മേഖലയെ കടുത്ത യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നതിനിടെ ഇറാനെതിരെ നയം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് UAE. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടത്തുമ്പോഴും പരമാധികാര സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ ഇറാൻ നടത്തുന്ന നടപടികൾ ഇനി സഹിക്കാൻ ആകില്ല എന്നാണ് ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടക്കാല കരാർ അവസാനിച്ചു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് UAEയുടെ നിർണായകമായ പ്രതികരണം രംഗത്ത് വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാൽ ഇറാൻ കടുത്ത വില നൽകേണ്ടി വരും. നയതന്ത്ര ചർച്ചകളിലൂടെ സുസ്ഥിരമായ സമാധാനം കൈവരിക്കണമെങ്കിൽ പ്രാദേശിക സ്ഥിരതയെ വിലപേശാൻ കഴിയാത്ത ഒന്നായി കണക്കാക്കണം എന്നാണ് അവർ ഗാർവേഷ് ഡിപ്ലോമാറ്റിക് അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ ദഹേരി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇറാൻ കടുത്ത തന്ത്രപരമായ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൗദി അറേബ്യയുടെ വെദ്യാൻ ക്രൂഡ് ടാങ്കറിനും ഖത്തറിന്റെ അൽ റഖേയാത്ത് LNG കപ്പലിനും നേരെ ഹോർമുസ് കടലിടുക്കിൽ വെച്ചുണ്ടായ ആക്രമണങ്ങളെയും കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ പുതിയ പ്രകോപനങ്ങളെയും UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചിട്ടുണ്ട്. തീവ്രവാദത്തിന്റെ യുക്തിക്കും യുക്തിബോധം, സ്ഥിരത, സമാധാനം എന്നിവയുടെ പാതയ്ക്കും ഇടയിൽ ഇറാന്റെ ആടിയുലയലിന്റെ ലക്ഷ്യമായി തുടരാൻ അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയില്ല. സംഘർഷ ലഘൂകരണത്തിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ടെഹ്റാൻ ഇപ്പോഴും അപ്രാപ്തരാണ് എന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. UAE പ്രസിഡൻഷ്യൽ ഉപദേഷ്ടാവായ ഡോക്ടർ അൻവർ ഗർഗാഷും വ്യക്തമാക്കി. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമായ ഒരു ഇരട്ടപ്പാത സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഡോക്ടർ അൽ ദഹേരി പറഞ്ഞു. ഗൾഫ് ജലപാതകളുടെ സുരക്ഷ കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ഇതൊരു ആഗോള മുൻഗണനയാണ്. അമേരിക്കയും യൂറോപ്യൻ പങ്കാളികളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഒരേ സ്വരത്തിൽ ഇറാനോട് ഇത് പറയണമെന്നും UAE ആവശ്യപ്പെട്ടു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ശത്രുത പൂർണ്ണമായും നിർത്തലാക്കാനും അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കാനും ഇറാൻ തയ്യാറാകണം. സമാധാനത്തിനുള്ള ചട്ടക്കൂടുകൾ നിലവിലുണ്ടെന്നും ഇനി മാറേണ്ടത് ഇറാനാണ് എന്നും UAE കടുത്ത ഭാഷയിലാണ് ഇറാനെ ഓർമ്മിപ്പിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.